ഇന്ന് നമ്മൾ കാണാൻ പോണതേ ഒരു കിടിലൻ സ്പോട്ടാട്ടാ. 1800-കളിൽ വഹാബികൾ പിടിച്ചെടുത്ത ഒരു കോട്ട ഫുജേറയിൽ. അത് ജയിലായി മാറിയ കഥയും ആ വീഡിയോ കണ്ടിട്ട് വരാം. ഇതാ കാണുന്ന കോട്ടയിലേക്കാണ് കേട്ടോ നമ്മൾ പോണത്. ഒരുപാട് ഒളിഞ്ഞെടുക്കുന്ന ചരിത്രങ്ങൾ ഇവയിലെ ആ കോട്ടയുടെ ഉള്ളിലേക്കാണ് നമ്മൾ പോണത്. ഓ, നല്ല രസം കിട്ടും ഈ കോട്ട കാണാൻ. എന്താല്ലേ, ചരിത്രങ്ങൾ ഒരുപാട് ഒളിഞ്ഞു കിടക്കണ ഒരു കോട്ടയെന്നാണ് പറയണത്. ഇത് ഫുജേറയിലാണ് ഇത് വരുന്നത് കേട്ടോ. ഓ, ഇതൊരു കാണേണ്ട കോട്ട തന്നെ കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇത് വന്ന് കാണണം. നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ കോട്ട. അതുപോലെ ഈ കോട്ട 1900 കാലഘട്ടത്തിൽ ഇവർ ജയിലായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയണത്. കുറേ കാലം ജയിലായിട്ട് അവർ ഉപയോഗിച്ചു. എന്താ ഇതിൻ്റെ ഉള്ളിൽ എന്താ നേരത്തെ പറഞ്ഞ പോലെ കല്ലും ചെളിയും ഈത്തപ്പനയുടെ ഓലയും വെച്ചിട്ടാണ് മെയിനായിട്ട് അവർ ഇതുണ്ടാക്കിയിട്ടുള്ളത്. ഈ 1900 എന്നൊക്കെ പറയുമ്പോൾ എത്രയോ വർഷങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നുള്ള എത്രയോ വർഷം മുന്നുള്ള കോട്ടയാണ്. സി ഡോറൊക്കെ നോക്കിയേ. അതുപോലെ ഈ യുദ്ധങ്ങൾ ഒക്കെ വരുമ്പോൾ പ്രതിരോധിച്ച് നിൽക്കാനുള്ള ഒരു താവളമായിട്ടാണ് അവർ ഈ കോട്ട ഉപയോഗിച്ചിരുന്നത് കേട്ടോ. പ്രതിരോധിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് അവർ യുദ്ധങ്ങളൊക്കെ വരുമ്പോൾ ഈ കോട്ട ആണ് അവർ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. സി എന്താല്ലേ, ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഉണ്ട് കേട്ടോ. കണ്ട ഇങ്ങനത്തെ ചരിത്രപരമായിട്ടുള്ള
സ്ഥലങ്ങൾക്ക് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടാ ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ഇറങ്ങണം. ഭയങ്കര കുത്തനെ സ്റ്റെപ്പാണ്, അതാണ് പ്രശ്നം. എനിക്കിനി താഴത്തേക്ക് പോവാം. പക്ഷെ താഴത്തേക്ക് പോകാനാണ് പാട്. ഭയങ്കര കുത്തനുള്ള സ്റ്റെപ്പാണ്, ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. തല കുനിച്ചിട്ട് തന്നെ ഇറങ്ങണം. സോ ഒരുപാടുണ്ട് ഇതിൻ്റെ ചരിത്രങ്ങൾ. ഇവിടെ നിന്നിട്ടാണ് അവർ ഈ കോട്ടയാണ് അവർ ഉപയോഗിച്ചിരുന്നത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. യുദ്ധങ്ങളും ഫൈറ്റൊക്കെ വരുമ്പോൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഈ കോട്ട ഉപയോഗിച്ചിരുന്നുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് ചെളി, കല്ലും ചെളിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഇന്നും നിലത്തും കഥയിലാട്ടാണ് പറയണത്. 1700 1800 കാലഘട്ടത്തിലെ, നൂറ്റാണ്ടുകൾ മുന്നുള്ള കാലഘട്ടത്തിലെ കഥയാണ് ഇതിനുള്ളത്. ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് സത്യങ്ങളും ഈ കോട്ടയ്ക്കുണ്ട്. എന്താ അതിൻ്റെ ഉള്ളിലേക്ക് ഉണ്ടാ എളുപ്പമല്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ. തീരെ ചെറിയ വഴിയാ, തലമുട്ടും. അല്ലേ പിന്നെ ഈ കോട്ടേനെ പറ്റിയിട്ട് പറയണത് 1808 1810 ആ കാലഘട്ടത്തിൽ ഈ അറേബ്യൻ കിഴക്കൻ തീരങ്ങളുണ്ട്, ആ ഭാഗമൊക്കെ ഈ വഹാബിസ്റ്റുകൾ വന്നിട്ട് പിടിച്ചെടുത്തു എന്നാണ് പറയണത്. അത് പിടിച്ചെടുത്തു, എന്നിട്ട് കുറേ കാലം കഴിഞ്ഞപ്പോൾ അവരെ തുരത്തി ഓടിച്ചു എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഈ വഹാബിസ്റ്റുകൾ അവർ ഈ കോട്ട തന്നെ, ഈ കോട്ട പോലെ തന്നെ ഇതുപോലെ കുറേ കോട്ടകൾ അവർ പിടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് കാലങ്ങൾക്ക് ശേഷം അത് അവരോടൊന്ന് ഓടിച്ചു. അതിൻ്റെ മുകളിൽ ഒരു റൂം കാണിക്കുന്നുണ്ട്, പക്ഷെ അത് ആ ഡോർ ലോക്ക്, അങ്ങോട്ട് എൻട്രി ഇല്ല, അത് പൂട്ടിയിട്ടേക്ക്. നല്ല രസമുണ്ട് കേട്ടോ സംഭവം. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഈ ചരിത്രപരമായിട്ടുള്ള സ്റ്റോറിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കാണാനും വരാനൊക്കെ തോന്നും. നമുക്ക് അങ്ങോട്ട് കയറി പോവാം. ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ വഴിയും തല മുട്ടണ ഹൈറ്റേ ഉള്ളൂ. അതിൻ്റെ കൈ നേർത്തുമ്പോൾ എറിഞ്ഞ് പതിനാറാം നൂറ്റാണ്ടിലെ ചരിത്രപരമായിട്ടുള്ള കോട്ടയാണിത്. എന്തായാലും ഇത് കാണാത്തവരുണ്ടെങ്കിൽ വന്ന് കാണണം. ഇതിൻ്റെ ഉള്ളിലൊരു വഴി കാണുന്നുണ്ട്, പോയേക്കാം. സമ്മതിക്കണല്ലേ, അന്നത്തെ കാലത്തൊക്കെ ഇതുപോലത്തെ കോട്ട പണിയണങ്ങ്. ഇത് മെയിൻ പ്രശ്നം തലമുട്ട് നോക്കണം.
കണ്ട, ഇത് ഷൂട്ടിംഗ് ഹോൾസ് എന്നാണ് കാണിക്കുന്നത്. ഈ ഹോൾസുകളൊക്കെ അന്നത്തെ കാലത്ത് യുദ്ധം ഒക്കെ വരുമ്പോൾ പ്രതിരോധിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഷൂട്ടിംഗ് ഹോൾസ്. ഇതുവഴിയാണ് ഷൂട്ട് ചെയ്യുക. ഓൾഡർ വെപ്പൻസ്. ഇത് ചെളി വെച്ചുണ്ടാക്കിയ കാരണം ഈ ചുമരൊക്കെ ചെറുതായിട്ട് പൊട്ടിപ്പോകുന്നുണ്ട്. ഇത് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇത് അന്നത്തെ കാലത്ത് താമസിച്ചിരുന്ന വീടുകളൊക്കെയാണ് കേട്ടോ. കണ്ടില്ലേ, കംപ്ലീറ്റ് ചെളിയും കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊരു അതിശയിപ്പിക്കുന്ന സ്ഥലം കേട്ടാ ഈ കോട്ട. അതിൻ്റെ അടുത്ത് വരുന്ന ഈ സംഭവങ്ങൾ കണ്ട, അത് ലോക്കാക്കിയിട്ടേക്കാണ്. 1745 ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ നമുക്ക് അപ്പുറത്ത് കൂടെ എൻട്രൻസ് ഉണ്ടോയെന്ന് അറിയില്ല കയറാൻ. അല്ല, ഇല്ല, അതിൻ്റെ ഉള്ളിൽ കാണിക്കണില്ല അവർ, കംപ്ലീറ്റ് അടച്ചിട്ട്. ഇത് പള്ളിയാട്ടാ. ഇത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹമദ് ബിൻ അബ്ദുള്ള അൽ ഷാർഖി വീടായിരുന്നത്. ഇവിടുത്തെ ഷെയ്ഖിൻ്റെ അന്നത്തെ കാലത്തെ വീടാട്ടത്. അന്നത്തെ ഷെയ്ഖിൻ്റെ വീടാണ് കാണുന്നത്. അന്നത്തെ പാലസ്. അതാ ഇത് മജ്ലിസ്. ഇത് കാണാൻ പറ്റുമോ? ആ, കാണാൻ പറ്റൂട്ടാ മജ്ലിസ്. അടിപൊളി. ഷെയ്ഖിൻ്റെ മജ്ലിസാണ് കേട്ടോ.
നോക്കിയേ, എത്ര വർഷം പഴക്കമുള്ളതാ നോക്കിയേ. അന്നൊക്കെ പാട്ട് കേൾക്കാൻ ഉപയോഗിച്ചിരുന്ന ഗ്രാമഫോൺ. അൽമാര, ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. റേഡിയോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതെന്തായാലും കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. ഇതൊരു സംഭവം തന്നെ കേട്ടോ. ഒരുപാട് നൂറ്റാണ്ടിന് മുന്നിലുള്ള സാധനങ്ങളാണിത്. ഓക്കെ, ബെഡ്റൂം. കിടക്കാൻ പറ്റണാവോ? മുറിക്ക് കിടക്കാം. ഞാനേ ഷെയ്ക്ക് കിടന്നിരുന്ന ബെഡ്റൂമാണിട്ടത്. എന്തെങ്കിലും ഉണ്ട്? ഒന്നുമില്ല. കട്ടിലാണ് എന്നെ ഞെട്ടിപ്പിച്ചത്. നമുക്ക് താഴത്തേക്ക് പോകാം. ഇത് വലിയൊരു ഏരിയ കേട്ടാ. ഗേറ്റ് കടന്ന് വന്നു കഴിഞ്ഞാൽ വലിയൊരു ഏരിയയാണ്. അതിലാണ് ഈ കോട്ട നിൽക്കണം. അതുപോലെ ഇതെന്താ ഈ ഡോറ്? ഇതൊക്കെ മുറികളാവുന്നതാണ്, പക്ഷെ അതൊക്കെ പൂട്ടിട്ട് വെച്ചല്ലേ. ഇതിൻ്റെ മുകളിലേക്ക് സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. കുത്തനെയുള്ള സ്റ്റെപ്പാണ്. കണ്ട, ചെളി കല്ലൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ കോട്ട പണിതിട്ടുള്ളത്. പിന്നീടത് കുറേ കാലത്തിന് ശേഷം അവരത് പുതുക്കി പണിതു. ഇതിൻ്റെ മുകളിലേക്കുണ്ട്, പുതുക്കി പണിതു. സംഭവം ഭയങ്കര തന്നെ വീണല്ലേ. സംഭവം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോട്ടയാണ് കേട്ടത്.
ഈ സ്ഥലം കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും വന്ന് കാണണം കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടും.